വളരെ മനോഹരമായ കാഴ്ച കണ്ടുകൊണ്ടാണ് കൂഗലിലെ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ തുടങ്ങിയത്. ആ കാഴ്ചയുടെ നടുവിലിരുന്നു കൊണ്ട് അവിടുത്തെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു തൃപ്തിയായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ബാക്ക് പാക്ക് ചെയ്തു. നേരെ ഞങ്ങൾ കൂഗൽ വില്ലേജിലേക്കാണ് പോയത്. ഞങ്ങൾ പോകുന്നത് റീൽസിലൊക്കെ കണ്ട് ഫേമസ് ആയ ഒരു സ്ഥലത്തേക്കാണ്. റോഡ് മോശമാണെങ്കിലും കോടമഞ്ഞ് കൊണ്ട് മൂടി നിൽക്കുമായിരുന്നു. വളരെ മനോഹരമായ ഒരു കൊക്കയാണ് താഴോട്ടുള്ളത്. കാണുമ്പോൾ പേടിയും എന്നാൽ കണ്ടുകൊണ്ടിരിക്കാനും തോന്നുന്ന വിധം അത്രയും മനോഹരം. ഇതാണ് ആ ഫേമസ് ആയിട്ടുള്ള സ്ഥലം. അവിടെ നിന്നും കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു ഞങ്ങൾ. താഴോട്ടുള്ള കാഴ്ച ഒട്ടും വിസിബിൾ അല്ലായിരുന്നു, കോടമഞ്ഞ് കൊണ്ട് മൂടി നിൽക്കുമായിരുന്നു. ഇറങ്ങിയതുപോലെ അല്ലായിരുന്നു തിരിച്ച് കയറാൻ. വളരെ കഷ്ടപ്പാടായിരുന്നു, ശ്വാസം പോലും കിട്ടുന്നില്ലായിരുന്നു. തിരിച്ചു പോകുമ്പോഴാണ് ഈ മനോഹരമായ കാഴ്ച കണ്ടത്. എല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ് കൂഗൽ. അവിടെ നിന്ന് നേരെ ഞങ്ങൾ മന്നവന്നൂരോട്ട് പോയി. അവിടുത്തെ ഷീപ്പ് ഫാമിൽ പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ നമ്മുടെ നിർഭാഗ്യം എന്ന് വെച്ചാൽ ഷീപ്പ് ഫാം ക്ലോസ്ഡ് ആയിരുന്നു. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മന്നവന്നൂർ എക്കോ ടൂറിസത്തിലാണ്. ഇവിടെ ലേക്കും കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പാർക്കും ഒരുപാട് അഡ്വഞ്ചേഴ്സും ഒക്കെ ചെയ്യാൻ പറ്റും. അവിടെ നിന്നിറങ്ങി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു. ബ്രെഡ് ഓംലെറ്റും കഴിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ കൊടൈക്കനാലിലേക്ക് വിട്ടു. പോകുന്ന വഴിയെല്ലാം കോടയായിരുന്നു. തിരക്ക് കാരണം കൊടൈക്കനാൽ എത്തിയപ്പോഴത്തേക്കും ബോട്ടിംഗ് ഒക്കെ ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുത്തെ സൈക്ലിംഗ് ചെയ്തു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത്. സൈക്കിൾ ചവിട്ടി ചവിട്ടി യാസിന്റെ കാലൊരു പരുവായി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഞങ്ങളുടെ സ്റ്റേയിലോട്ടാണ് പോയത്. ഈവനിങ്ങിലെ കൊടൈക്കനാലിന്റെ ഭംഗി അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. രാത്രി ആയപ്പോഴേക്കും ഞങ്ങൾ റിസോർട്ടൊക്കെ ഒന്ന് കാണാനായിട്ടൊക്കെ ഇറങ്ങി. അവിടെ DJയും ക്യാമ്പ് ഫയറും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. അതുപോലെ തന്നെ ഇവിടെ ഇൻഡോർ ഗെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ടേബിൾ ടെന്നീസ്, ചെസ്, പിന്നെ വായിക്കാൻ ഒരുപാട് പുസ്തകങ്ങൾ. പുറത്ത് നല്ല തണുപ്പ് കാരണം ഞങ്ങൾ റൂമിലേക്ക് വന്നു. പിന്നെ നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു. ഇനി നാളത്തെ പ്ലാനൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ നേരെ കിടന്നുറങ്ങി. അപ്പം അത്രേ ഉള്ളൂ. ബായ്.